എസ് കെ സജീഷ്, സെക്രട്ടേറിയറ്റ് മാർച്ച് രാജ്യചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. പോലീസിനെതിരായ കയ്യേറ്റം രാജ്യചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. പോലീസിനെതിരായ കായിക പ്രയോഗം രാജ്യത്തിൽ ആദ്യമായി സംഭവിക്കുന്നതല്ല. ഇവിടെ ടിയർ ഗ്യാസ് അടക്കം അല്ലെങ്കിൽ എന്താണ് മറ്റേ പെട്രോൾ ബോംബ് അടക്കം എറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ് ശ്രീ സജീഷ്. അപ്പോൾ ഇന്ന് ഒരു താങ്കളെ പോലെ ഡിവൈഎഫ്ഐ പോലെ അല്ലെങ്കിൽ SFI പോലെ അല്ലെങ്കിൽ യുവമോർച്ചയെ പോലെ കേരളത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ രാവിലെ വീട് കയറി ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്ത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഷട്ടിൽ പിടിച്ച് തള്ളി അകത്തിട്ട് ലാസ്റ്റ് തുറുങ്കിലേക്ക് അടക്കുന്ന പോലീസ് വീര്യം കാണുമ്പോൾ ഒരു പുതിയ CPM പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് വല്ലാത്തൊരു അഭിമാന ബോധം തോന്നുന്നുണ്ടോ ശ്രീ എസ് കെ സജീഷ്? അല്ല, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എനിക്ക് അഭിമാന ബോധമല്ല തോന്നുന്നത്. ഈ കാര്യങ്ങൾ താങ്കൾ ഉൾപ്പെടെ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങേയറ്റത്തെ പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്ത വിധം. കേരളത്തിൻ്റെ ചരിത്രം ഇന്നലെ തുടങ്ങിയതാണോ ഹാഷ്മി? കേരളത്തിൻ്റെ ചരിത്രം കുറേ നാളുകളായി തുടങ്ങിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽ പലതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയൊക്കെ മറന്നു പോവുകയാണോ? ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ ഈ പറഞ്ഞ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പിന്നെ എവിടെ ഉണ്ടായിരിക്കും? എന്തായിരുന്നു ഈ കാലം? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ MLA ആയിരിക്കുന്ന സമയത്തല്ലേ അടിയന്തരാവസ്ഥയുടെ കാലത്ത് അതിഭീകരമായി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാവുമല്ലോ. ചോരയിൽ നനഞ്ഞ അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായി അദ്ദേഹം നിയമസഭയിൽ വന്നത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ പിതാവ് 2 തവണ രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥൻ, കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയിട്ടില്ലേ ശ്രീ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ P രാജീവ്, അദ്ദേഹത്തെ മുമ്പ് സമരകാലഘട്ടത്തിൽ ഉടുവസ്ത്രമാകെ അഴിച്ചെടുത്ത് പോലീസ് ഭീകരമായി മർദ്ദിച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നിരവധി, എണ്ണിയാൽ തീരില്ല. ഞാനതുകൊണ്ട് ചരിത്രം ഇന്നാണ് തുടങ്ങിയതെന്ന് കരുതുന്ന ചില ആളുകൾക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എത്ര കാര്യങ്ങളുണ്ട്. മുൻ MP ആയിരുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ ശ്രീ PK ബിജുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് അന്ന് വർണ്ണിക്കാൻ വാക്കുകളില്ലായിരുന്നു. P ബിജുവിനെയും G മുരളീധരനെയും SFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കയ്യാമം വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പ്രതിഷേധം, എന്താണ് നടപടി എന്ന ചോദ്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയാണ് ഹാഷ്മി ഇലക്ട്രിക് പാറ്റേൺ പ്രയോഗിച്ചത്? കേരളത്തിലല്ലേ ഇലക്ട്രിക് പാറ്റേൺ ഉണ്ടോ? ഇപ്പോൾ അല്ല, അപ്പോൾ അധികാരപ്രമത്തതയുടെ ചരിത്രം അങ്ങ് വിവരിക്കുകയാണ്. അവർ അധികാരപ്രമത്തതയിൽ CPM പറയുന്നത് പോലെ പോലീസിനെ മർദ്ദക സംവിധാനമാക്കിയെങ്കിൽ പിണറായി മർദ്ദക സംവിധാനമാക്കി. അങ്ങനെയാണോ സജീഷ്? പറയാത്തോണ്ട് ചരിത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ല, പ്രമത്തതയിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഇന്ന് നിങ്ങളും അങ്ങനെ പ്രമത്തതയിൽ ചെയ്യും അല്ലേ? വാചകം കൃത്യമാണ്. കേരളത്തിന്റെ അങ്ങനെ ചെയ്തിട്ടില്ല. ആഷ്മി ആദ്യം സംയമനം പാലിക്കണം. ചർച്ചയിൽ സംയമനം പാലിച്ച് മറ്റവർക്ക് കൊടുക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതാണല്ലോ അപ്പുറത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാവ് ചർച്ച ചെയ്യുമ്പോൾ ബൂസ്റ്റ് കൊടുക്കുക, ഉന്മേഷം കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള വാചകം അതിനിടയിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ തടസ്സപ്പെടുത്തുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഞാൻ ഒറ്റ കാര്യം, ആഷ്മി എന്നെ 2 മിനിറ്റ് നിർത്താതെ സംസാരിക്കാൻ വേണ്ടി അനുവദിക്കുമോ? അതിനുള്ള ചങ്കൂറ്റം പല മാധ്യമപ്രവർത്തകർക്കും ഇല്ല. അതാ പ്രശ്നം. ഞാനൊരു കാര്യം പറയാം, ആഷ്മി കേട്ടോ. നിങ്ങൾ ഈ മനോഹരമായ ഇൻട്രോവും ഇതിനിടയിൽ ഇടപെടലും നടത്തിയാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും CPM-ഉം പുരോഗമന പ്രസ്ഥാനങ്ങളും ഇല്ലാതായി പോകുമെന്നാണ് കരുതിയത്. ഒരു കാര്യം ആഷ്മി മനസ്സിലായിക്കോ, 1937 4 പേർ കോഴിക്കോട് പാളയം അങ്ങാടിക്ക് മുകളിൽ തട്ടും പുറത്ത് അരണ്ട വെളിച്ചത്തിലുണ്ടാക്കിയ പാർട്ടി, ആ പാർട്ടി 2 പതിറ്റാണ്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. ആ 4 പേരിൽ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ EMS ആയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രമാണ്. അന്നും കേരളത്തിൽ മാധ്യമങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ. പിന്നീട് 9 തവണ ഈ 76 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ ആകെ എതിർത്തിട്ടുണ്ട്. ആ എതിർക്കും തോറും കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും അതുകൊണ്ട് നിങ്ങളുടെ ഇടപെടൽ തടസ്സപ്പെടുത്തൽ ഇതൊന്നും മറ്റുള്ളവർക്ക് പരീക്ഷയ്ക്ക് വെക്കുമ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടത്തിയ പ്രതിഷേധത്തിന് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകാൻ തക്ക പാകത്തിലുള്ള മാരകപാതകം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് SK സജീഷ് വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, അങ്ങ് പഠിച്ചു വന്നത് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ഒരു വിഷയത്തിലേക്ക് വാ ദയവ് ചെയ്ത് പ്ലീസ്.
അല്ല, പഠിച്ചു വരുന്നതും പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്നതും ഒക്കെ ആരാണെന്ന് ഹാഷ്മിക്ക് നന്നായിട്ട് അറിയാലോ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എൻ്റെ മുന്നിൽ നിങ്ങളുടെ ക്യാമറയേ ഉള്ളൂ, എൻ്റെ മുന്നിൽ പ്രോംപ്റ്ററൊന്നുമില്ല. എൻ്റെ മുന്നിൽ എനിക്ക് ഓർമ്മയുള്ള താങ്കൾ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിഷയത്തിലേക്ക് വരുമോ സജീഷ്? വേറെ ഇയർഫോൺ ഇല്ല, VCR നിർദ്ദേശം നൽകാൻ വേറെ സംവിധാനങ്ങളില്ല. താങ്കൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളയാതെ ദയവ് ചെയ്ത് വിഷയത്തിലേക്ക് അങ്ങ് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ സജീഷ്. അഭ്യർത്ഥിക്കാനല്ലേ കഴിയൂ, കാര്യം അഭ്യർത്ഥിക്കാനല്ലേ കഴിയൂ, പേടിക്കണം, അഭ്യർത്ഥിക്കാനല്ലേ പേടിക്കണം. നാളെ രാവിലെ ഈ പോലീസ് സംഘം വീട് വളയിലെന്ന് ആര് കണ്ടു, ഇത്തരത്തിൽ കൊണ്ടുപോകില്ലെന്ന് ആര് കണ്ടു, എന്തെങ്കിലും ഒരു തുറുങ്കിലടക്കലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ സജീഷ്, അങ്ങ് ദയവ് ചെയ്ത് ഈ ചർച്ചയുടെ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കണമെന്ന് ഞാൻ വിനയാന്വിതനെ അഭ്യർത്ഥിക്കുകയാണ്. ആഷ്മി, ഒരു കാര്യം, താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് പലതും പറയേണ്ടി വരുന്നത്. രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ രാഹുൽ എന്ന് പറയുന്ന അവർ തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. വ്യാജ പ്രസിഡന്റ് എന്ന് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. 2 ലക്ഷം ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ടാണ് പ്രസിഡന്റ് ആയത്. അതവിടെ നിൽക്കട്ടെ, അതിവിടെ വിഷയമല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം അറസ്റ്റ് ചെയ്ത് സെക്രട്ടറിയുടെ മുന്നിൽ സമരം നടത്തിയതിൻ്റെ ഭാഗമായി ആ സമരത്തിൽ പോലീസുകാരെ ആക്രമിച്ചു. വനിതാ പോലീസ് സഞ്ചരിക്കുന്ന പിങ്ക് പോലീസ് വാഹനം അടിച്ചു തകർത്തു. അതിനകത്തുള്ള പ്രതികളെ മോചിപ്പിച്ചു. അതുപോലെ തന്നെ നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റി. ഇത്തരം സന്ദർഭത്തിലാണ് നിയമവിധേയമല്ലാത്ത ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. പിന്നെ അത്ഭുതത്തോടുകൂടി നിങ്ങളെല്ലാവരും അവതരിപ്പിക്കുന്ന കാര്യം, വീട് കയറുന്നു, പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു, അവർക്ക് നാടകം ആവശ്യമുണ്ട്, അതുകൊണ്ട് ആളില്ലാത്ത സമയത്ത് അറസ്റ്റ് ചെയ്യുന്നു. ഏത് വീടാണ് ഈ കേരളത്തിൽ കയറാതിരുന്നത്? നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, ഇത്രമാത്രം ഭീരുവാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ. അല്ല, അപ്പോൾ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുക? എനിക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വീട് വളഞ്ഞതുപോലെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് എത്ര അറസ്റ്റ് നടന്നിട്ടുണ്ട്, എന്തെല്ലാം ക്രൂരകൃത്യങ്ങൾ അന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് താങ്കൾ തടസ്സപ്പെടുത്തിയാണല്ലോ. ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചു, വിദ്യാർത്ഥികളുടെ ഗുഹ്യഭാഗത്താണ്. ഇന്ത്യയിലെ മാത്രമല്ല അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരത്തിലൊരു ക്രൂരത ലോകത്തിൻ്റെ ഏത് കോണിലും നടന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെ സമരങ്ങളെ എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, UDFൻ്റെ കാലത്ത് നേരിട്ടത്? വരുമ്പോൾ ആദ്യം സമാധാനപരമായി നിന്നാണോ പോലീസ്? സമരം എത്തുന്നതിൻ്റെ എത്രയോ മീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഗ്രനേഡുകൾ കൊണ്ടാണ് സ്വീകരിക്കാറുള്ളത്. ആ ഗ്രനേഡ് പറ്റി പരിക്ക് പറ്റി എത്ര പെൺകുട്ടികളുണ്ട് ഈ കേരളത്തിൽ? പൊതുമുതൽ നശിപ്പിച്ചതാണ് കുറ്റമാണ്. സംസ്ഥാനത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കപ്പെടാൻ പാടില്ല. SK സജീഷ്, അങ്ങ് ഒരുപാട് ചരിത്രമല്ലോ. അങ്ങയുടെ ഓർമ്മയിലേക്കായി സംസ്ഥാന നിയമസഭയെ നാണം കെടുത്തി ആഭാസ സമരം നടത്തിയവരാണ് നിങ്ങൾ. അന്ന് സ്പീക്കറുടെ കസേരയെടുത്ത് മറിച്ചിട്ട് EP ജയരാജൻ വേദമോതുകയാണ്. ആ കേസ് പിൻവലിക്കാൻ സുപ്രീം കോടതി വരെ പോയി നാണം കെട്ടു. പൊതുമുതൽ നശിപ്പിക്കലിനെ പറ്റി അങ്ങ് വാചാലമാകും. ഇനി പൊതുമുതൽ നശിപ്പിക്കലാണെങ്കിൽ 2011 ജൂൺ 29 SFI മാർച്ചാണ്. പോലീസിന് നേരെ കരിങ്കൽ ചീളും സ്ഫോടക വസ്തുക്കളും, പോലീസുകാർക്ക് ഗുരുതരമായ പരിക്കാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ടാറ്റ സുമോ തകർത്ത കേസാണ്. കേസ് പിൻവലിക്കാൻ സർക്കാർ അപ്പീൽ നൽകിയത് 2022 താങ്കളാണ് ചർച്ച വഴിതെറ്റിക്കുന്നത് സജീഷ്. താങ്കൾ അവതാരകൻ എന്നുള്ളതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, താങ്കൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന വർത്തമാനം പറയരുത്. ഒരു കാര്യം പറയട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അതിക്രമണവും മറ്റു കാര്യങ്ങളും പറയുന്നു. അതിന്റെ ഇടയിൽ താങ്കൾ ഇപ്പോൾ കേസ് പിൻവലിക്കാൻ പോയതിന്റെ ഒക്കെ കാര്യം എടുത്തിരുന്നത് എന്തിന്റെ ആവശ്യം? താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് ആശങ്കാകുലനായതുകൊണ്ട് പറഞ്ഞതാണ് സജീഷ്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് വല്ലാതെ ആശങ്കാകുലനായതുകൊണ്ട് പറഞ്ഞതാണ്. സ്വാശ്രയ സമരകാലത്ത് കത്തിയ കാറുകളുടെ എണ്ണം എത്രയെന്നറിയോ സജീഷേ? താങ്കൾ പൊതുമുതൽ നശിപ്പിക്കലിനെ കുറിച്ച് വല്ലാതെ വേപത് പൂണ്ടപ്പോൾ പറഞ്ഞതാണ്. ഒരു കാര്യം, ആ പൊതുമുതൽ നശിപ്പിക്കലിനെ പറ്റി പിന്നെ എന്താണ് എന്താണ് അതിൽ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞതല്ല. ഞാൻ പറയട്ടെ ആഷ്മി, എന്തിനാണ് ഈ ചർച്ച എന്നുള്ളതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഒരു കൂട്ടരെ പറയാൻ അനുവദിക്കാതിരിക്കുകയും മറ്റൊരു കൂട്ടർക്ക് ആവോളം സമയം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണോ? ആ കലാപരിപാടിക്ക് ഞങ്ങളെ വിളിച്ചിരുത്തുകയാണോ? ഞങ്ങൾ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ വലിയൊരു സമൂഹം മുന്നിലിരിക്കുന്നുണ്ട്. ആ സമൂഹം കേൾക്കട്ടെ ഞങ്ങളുടെ വേർഷൻ തെറ്റാണെങ്കിൽ അവർ വിലയിരുത്തട്ടെ. ഞങ്ങൾ കൊള്ളാത്തവരാണെന്ന് പറയട്ടെ.
നിങ്ങൾ എന്തിനാണ് വല്ലാതെ പ്രയാസപ്പെടുന്നത്? ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് നടക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ വാചകങ്ങളെ തടസ്സപ്പെടുത്തിയാൽ അത് പൂർത്തീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന്, ഈ കേൾക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തടസ്സപ്പെടുത്തുമ്പോൾ ഞങ്ങൾ സന്തോഷം. ഞാൻ നടപടും. താങ്കൾ മതിയായ സമയം എടുത്ത് പറഞ്ഞു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ മതിയായ സമയം എടുത്ത് താങ്കൾ എന്നെ പറയുന്നത് തടസ്സപ്പെടുത്തിയെന്ന് പറയും. താങ്കൾ എന്നെ പറയാൻ അനുവദിച്ചില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനേ താങ്കൾ അനുവദിച്ചിട്ടില്ല. ഇതൊരു അത്ഭുതമായി. ഇതുവരെ 7.5 വർഷക്കാലം കേരളത്തിൽ LDF ഗവൺമെന്റ് ഭരിച്ചിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ആദ്യമായ ഒരു കേസിനകത്ത് റിമാൻഡിലാകുന്നു. അത്ഭുതപ്പെട്ടിരിക്കുന്നു. അതാണ് യൂത്ത് കോൺഗ്രസ്. ലാത്തി കണ്ടാലും ജയിലറ കണ്ടാലും വരക്കുന്നവർ. സമരത്തിന് പോകുമ്പോൾ സമരത്തിനൊരു മുദ്രാവാക്യം ഉണ്ടാകും. ആ മുദ്രാവാക്യം സമൂഹത്തിന് വേണ്ടിയായിരിക്കണം. ആ സമൂഹത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകും. ആ ത്യാഗമൊന്നും ഇവർ സഹിക്കാൻ വേണ്ടി തയ്യാറാകാത്തത് ഇവർ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന നാടകങ്ങളും തട്ടിപ്പുമാണ് ഈ സമരങ്ങൾ എന്നുള്ളതുകൊണ്ടാണ്. പണ്ട് UDF കൊടും ഏറ്റവും ഭീകരമായ രീതിയിലുള്ള ആക്രമിച്ച യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പെൺകുട്ടി പറയാൻ താങ്കൾ അനുവദിച്ചിട്ടില്ലല്ലോ. പറയുന്ന വാചകങ്ങൾ താങ്കൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയല്ലേ? താങ്കൾക്ക് എന്താണ് ലക്ഷ്യം? താങ്കൾ ചർച്ച ആവർത്തിക്കുകയല്ല. ഞാൻ എനിക്ക് ആ വാചകം പൂർത്തീകരിക്കേണ്ടിയിരുന്നു. ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വാചകം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇവിടെ ടച്ചസിലും പോയി പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഇത്രയും ക്രൂരതയുടെ കാലമൊന്നും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും ഭരണം. അനുമതി പറയുന്നുണ്ടെങ്കിൽ ചരിത്രം ആദ്യം പഠിച്ചിട്ട് വരണം. അത്രേ പറയാനുള്ളൂ. ഇവർക്ക് ഇത് പറയാനുള്ള ഒരവകാശവും ഇല്ല. ആ അവകാശമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. പറയാൻ അവകാശമില്ലാത്തവർക്ക്